സെക്ഷൻ 194 ഡിവിഡന്റ്, ഒരു ഡൊമസ്റ്റിക് കമ്പനി റെസിഡൻസിന് ഡിവിഡന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് സെക്ഷൻ 194 അപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 മുതൽ 10,000 റുപ്പീസ് ആണ് ഇതിന്റെ ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത്. 10% ആണ് TDS റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് മുൻപിട്ടായിരുന്ന ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 5,000 റുപ്പീസ് മാത്രമായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ എന്നുള്ള ഒരു ഇതിലാണ് TDS ആപ്ലിക്കബിലിറ്റി വരുന്നത്. സെക്ഷൻ 194A ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 194A എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അതായത് നമ്മളുടെ സാധാരണ ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, പോസ്റ്റ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, ഇതിനാണത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സെക്ഷൻ 194A വരുന്നത്. അപ്പോൾ ഇതിൽ റേറ്റ് വരുന്നത് 10% ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ 2025-26 ഫിനാൻഷ്യൽ ഇയർ മുതൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 1 lakh വരെ എക്സെപ്ഷൻ ഉണ്ട്. അതല്ല അതർ ദാൻ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 വരെ ഇൻട്രസ്റ്റിന് എക്സെപ്ഷൻ ഉണ്ട്. ഇനി അത് മാത്രമല്ല, മുൻപുണ്ടായിരുന്ന ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് 40,000 ആയിരുന്നു സാധാരണ സിറ്റിസൺസിന്. സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 50,000 ആയിരുന്നു. ഇനി ഇതിൽ കൂടുതലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ പോലും നിങ്ങൾക്ക് ടാക്സ് ലിമിറ്റിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഫോം നമ്പർ 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് TDS നിന്നും ഒഴിവാവുന്നതാണ്. അപ്പോൾ ഇതാണ് 194A വന്നിരിക്കുന്ന മാറ്റങ്ങൾ.